ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ. Nehru Group of Institutions. നമസ്കാരം. ജില്ലാ വാർത്തകൾ. വയോജനങ്ങൾ സമൂഹത്തിന്റെ അമൂല്യ സമ്പത്താണെങ്കിലും അവരുടെ ത്യാഗപൂർണമായ ജീവിതം പലപ്പോഴും മറക്കുകയാണ് പുതുതലമുറ. സുഖഭോഗങ്ങളുടെ മാസ്മരികതയിൽ മതിമറക്കുമ്പോൾ ജീവിതം നമുക്കായി സമർപ്പിച്ചവർ ഒറ്റപ്പെടുകയാണെന്ന് അറിയുന്നില്ല നമ്മൾ. ഇത്തരം അവഗണനകൾ നമുക്കും അനുഭവിക്കേണ്ടി വരുമെന്ന തിരിച്ചറിവുണ്ടാകേണ്ടിയിരിക്കുന്നു. ജൂൺ 15 ലോക വയോജന ചൂഷണ വിരുദ്ധ ബോധവൽക്കരണ ദിനമായി ആചരിച്ചു. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് BSS അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് AIMI, തളി സമൂഹം റോഡ്, പാളയം, കോഴിക്കോട്, മുക്കം, എടവണ്ണപ്പാറ, താമരശ്ശേരി, അരീക്കോട്. തിരുവനന്തപുരത്ത് കായിക സർവകലാശാലയ്ക്ക് സ്ഥലം കണ്ടെത്താൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കേന്ദ്ര യുവജന കായിക വകുപ്പ് മന്ത്രി വിജയ് ഗോയൽ. കേരളത്തിന്റെ വ്യവസായ വളർച്ചയ്ക്ക് ആവശ്യമായ രീതിയിൽ ഗെയിൽ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് വ്യവസായ കായിക യുവജനകാര്യ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ. കിൻഫ്ര അഡ്വാൻസ് ടെക്നോളജി പാർക്കിന് തറക്കല്ലിട്ടു. മുഖ്യമന്ത്രി തന്നെയാണ് പാർട്ടി അണികൾക്ക് നിയമം കയ്യിലെടുക്കാനുള്ള അവസരം ഒരുക്കിക്കൊടുക്കുന്നതെന്ന് O രാജഗോപാൽ MLA. CPM അക്രമത്തിൽ പ്രതിഷേധിച്ച് BJP ഉപവാസം. വാർത്തകൾ വിശദമായി. തിരുവനന്തപുരത്ത് കായിക സർവകലാശാല തുടങ്ങുവാനുള്ള സ്ഥലം കണ്ടെത്തുവാൻ കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കേന്ദ്ര യുവജന കായിക വകുപ്പ് മന്ത്രി വിജയ് ഗോയൽ. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൌൺസിലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന് തനത് കലയായ കളരിപ്പയറ്റിന്റെ അകമ്പടിയോടുകൂടിയാണ് കേന്ദ്ര കായിക യുവജനകാര്യ വകുപ്പ് മന്ത്രി വിജയ് ഗോയലിന് സ്പോർട്സ് കൌൺസിലിന്റെ സ്വീകരണം ഒരുക്കിയത്. ഹോട്ടൽ മലബാർ പാലസിലെത്തിയ മന്ത്രി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൌൺസിലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവനന്തപുരത്ത് കായിക സർവകലാശാല തുടങ്ങുവാനുള്ള സ്ഥലം കണ്ടെത്തുവാൻ കേരള സർക്കാരിനോടും സ്പോർട്സ് വകുപ്പിനോടും ആവശ്യപ്പെട്ടതായി മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. 8ാം വയസ്സിൽ കായിക താരങ്ങളാവുന്ന 1000 കുട്ടികൾക്ക് 5 ലക്ഷം രൂപ വെച്ച് 8 വർഷത്തേക്ക് സ്കോളർഷിപ്പ് നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. like Operation Olympia, Kaita Kashmatha Mission, Sports University, High Altitude Training Center, Sports Museum, etc. Let Kerala continue to be an example of other states to emulate. I, from my side, assure you all support of the sports. വ്യവസായ കായിക യുവജനകാര്യ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ ഉപഹാര സമർപ്പണം മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിച്ചു. ജില്ലാതല അവശ്യ കായിക താരങ്ങൾക്കുള്ള പെൻഷൻ വിതരണോദ്ഘാടനം MK രാഘവൻ MP നിർവഹിച്ചു. BJP ദേശീയ നിർവാഹക സമിതി അംഗം V മുരളീധരൻ, ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കേരളത്തിന്റെ വ്യവസായ വളർച്ചയ്ക്ക് ആവശ്യമായ രീതിയിൽ ഗെയിൽ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് വ്യവസായ കായിക യുവജനകാര്യ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ. കിൻഫ്ര അഡ്വാൻസ് ടെക്നോളജി പാർക്കിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി AC മൊയ്തീൻ. കോഴിക്കോട് ജില്ലയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി രാമനാട്ടുകരയിൽ കിൻഫ്ര സ്ഥാപിക്കുന്ന അഡ്വാൻസ് ടെക്നോളജി പാർക്കിന്റെ ബഹുനില കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം വ്യവസായ കായിക യുവജനകാര്യ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ നിർവഹിച്ചു. കേരളത്തിന്റെ വ്യവസായ വളർച്ചയ്ക്ക് ആവശ്യമായ രീതിയിൽ ഗെയിൽ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. കപ്പൽ മുഖാന്തരം കൊച്ചിയിൽ വന്ന് അത് കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും LNG ഉപയോഗിച്ച്
ഗാർഹിക ആവശ്യത്തിനും വ്യവസായ ആവശ്യത്തിനും ഉപയോഗിക്കേണ്ട ചെലവ് കുറഞ്ഞ ഇന്ധനം, അതിന്റെ പേരിൽ പാരിസ്ഥിതിക പ്രശ്നവും മറ്റുമായി ബന്ധപ്പെട്ട തെറ്റായ സന്ദേശങ്ങൾ അത് കേരളത്തിന്റെ മുന്നോട്ട് പോക്കിനെ തടസ്സപ്പെടുത്തിയിരുന്നു. ഗവൺമെന്റ് നിശ്ചയദാർഢ്യത്തോടുകൂടി ഗെയിലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോവുകയാണ്. അത് നമ്മുടെ കേരളത്തിന്റെ വ്യവസായ വളർച്ചയ്ക്ക് അനിവാര്യമാകും. ചടങ്ങിൽ VKC മുഹമ്മദ് കോയ MLA അധ്യക്ഷത വഹിച്ചു. കിൻഫ്ര മാനേജിംഗ് ഡയറക്ടർ KA സന്തോഷ് കുമാർ, രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ചെയർമാൻ വാഴയിൽ ബാലകൃഷ്ണൻ, രാമനാട്ടുകര മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ സജ്ന PK, വാർഡ് കൌൺസിലർ M മനോജ് കുമാർ, വേലായുധൻ പന്തീരങ്കാവ്, മുഹമ്മദ് അലി കല്ലട, TP ശങ്കരൻ, മോഹനൻ മാസ്റ്റർ, രാജേഷ് നെല്ലിക്കോട്, പൊറ്റത്തിൽ ബാലകൃഷ്ണൻ, ശിവദാസൻ, അലി P ബാവ, ഷാജി MM, ഡോക്ടർ T ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെയാണ് പാർട്ടി അണികൾക്ക് നിയമം കയ്യിലെടുക്കാനുള്ള അവസരം ഒരുക്കിക്കൊടുക്കുന്നതെന്ന് O രാജഗോപാൽ MLA. സമാധാന യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ കാറ്റിൽ പറത്തി അക്രമം തുടർന്ന CPM നടപടിയിൽ പ്രതിഷേധിച്ച് BJP ജില്ലാ പ്രസിഡന്റ് TP ജയചന്ദ്രൻ മാസ്റ്റർ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ നടത്തിയ ഉപവാസത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത സമാധാന യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ കാറ്റിൽ പറത്തി ജില്ലയിൽ BJP പ്രവർത്തകരുടെ വീടുകൾ ആക്രമിച്ച് CPM കലാപം തുടരുന്നതിൽ പ്രതിഷേധിച്ചാണ് BJP ജില്ലാ പ്രസിഡന്റ് TP ജയചന്ദ്രൻ മാസ്റ്റർ കോഴിക്കോട് പോലീസ് കമ്മീഷണർ ഓഫീസിന് മുൻപിൽ ഉപവാസം നടത്തിയത്. സാംസ്കാരിക പ്രവർത്തകൻ ഉള്ളൂർ M പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിയൻ മാർഗത്തിലുള്ള ഈ സമരം ഒരു ബലഹീനതയായി CPM കാണരുതെന്ന് ഉള്ളൂർ M പരമേശ്വരൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഗാന്ധിജി നിർദ്ദേശിച്ച അഹിംസാ മാർഗത്തിലൂടെ ഉള്ള ഒരു ഉപവാസ സമരത്തിന് ആണ് മുൻവന്നിട്ടുള്ളത്. ഇത് ഒരു ബലഹീനതയല്ല, ഒരു സന്മനസ്സാണ് എന്ന് അവരുടെ മതേതരം എന്ന് പറയുന്ന ആളുകളും ഒക്കെ മനസ്സിലാക്കണം. O രാജഗോപാൽ MLA മുഖ്യപ്രഭാഷണം നടത്തി. ആഭ്യന്തരം കൈയാളുകയും സംസ്ഥാനം ഭരിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെയാണ് പാർട്ടിയിലെ അണികൾക്ക് നിയമം കയ്യിലെടുക്കാനുള്ള അവസരമൊരുക്കുന്നതെന്ന് O രാജഗോപാൽ കുറ്റപ്പെടുത്തി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം തന്നെ നേതൃത്വമെടുത്തുകൊണ്ട് പാർട്ടി അണികൾക്ക് നിയമം കയ്യിലെടുക്കാൻ, ഇവിടെ സമാധാന ലംഘനം ഉണ്ടാക്കാൻ ഉള്ള പ്രേരകമായ തരത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി അണികളെ ഇളക്കിവിടാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ ആണെന്ന് തോന്നുന്നു ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ. BJP ദേശീയ നിർവാഹക സമിതി അംഗം PS ശ്രീധരൻപിള്ള, യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് KP പ്രകാശ് ബാബു, ചേറ്റൂർ ബാലകൃഷ്ണൻ, P ജിജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ആരോരുമില്ലാതെ വാർദ്ധക്യത്തിന്റെ അവശതയിൽ തളർന്ന് ഒരമ്മ, മകളുണ്ടായിട്ടും ആശുപത്രിക്കിടക്കയിൽ അന്യരുടെ സഹായത്തിനായി കൈനീട്ടി കിടക്കുകയാണ് മാങ്കാവിലെ 63-കാരിയായ ജയാമണി. 19 വർഷമായി മാങ്കാവിലെ വാടക വീട്ടിലാണ് ജയാമണി എന്ന ഈ അമ്മ താമസിക്കുന്നത്. ഒരു മകൾ ഉണ്ട്. തീർത്തും അവശതയിലാണ് ജയാമണി. മകൾ ഉണ്ടെങ്കിലും 19 വർഷമായി അമ്മയെ നോക്കാറില്ല. അസുഖം വന്നപ്പോൾ അയൽവാസിയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. കഴിഞ്ഞ 5 മാസമായി കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ 8ാം വാർഡിലെ കിടക്കയിൽ വേദനകൾ കടിച്ചിറക്കി ഉറ്റവരെ കാത്തു കഴിയുകയാണ് ജയാമണി. ഏകമകൾ വരുമെന്നോ തന്നെ കൂട്ടിക്കൊണ്ടുപോകുമെന്നോ പ്രതീക്ഷയോ ആശ്വാസമോ ആ മുഖത്തില്ല. കയറി ചെല്ലാനും കിടക്കാനും സ്വന്തമായി കിടപ്പാടം പോലുമില്ല ഇവർക്ക് സ്വന്തമായി. ചോദിക്കുന്നവരോടെല്ലാം ഈ കഥകൾ പറഞ്ഞു പറഞ്ഞ് നിർവികാരതയും ചിലപ്പോഴൊക്കെ ദേഷ്യവുമാണ് അമ്മയുടെ മുഖത്ത്. ഇപ്പോൾ ഇവർക്ക് വേണ്ടുന്നതെല്ലാം ഭക്ഷണം മുതൽ ശുചിമുറി കാര്യങ്ങൾ വരെ ചെയ്തു കൊടുക്കുന്നത് ആശുപത്രിയിലെ ശുചീകരണ ജോലിക്കാരിയായ ലക്ഷ്മിയാണ്. പിന്നെ രാവിലെ വന്ന് ചായയും ചോറും കഞ്ഞിയല്ല ഞാൻ തന്നെ ചെയ്ത് കൊടുക്കുക. എല്ലാം കൊണ്ട് ഇതിനെ കൊണ്ട് ഞാൻ തന്നെ എടുക്കുക. അവിടുത്തെ സിസ്റ്റർമാരും ഡോക്ടർമാരും ഇതാണ്. ഇതിൻ്റെ അടുത്ത് എന്തുണ്ടാവും. 5 മാസം ഇവിടെ കിടക്കുന്നു. പലപ്പോഴും അടുത്ത കിടക്കയിലെ രോഗികളുടെ ബന്ധുക്കളും ഭക്ഷണവും വെള്ളവും നൽകും. ഈ അമ്മ ഇവിടെ ഒറ്റപ്പെട്ട് കഴിയുന്നതിന്റെ കാരണം ആശുപത്രി അധികൃതർ കൂടിയാണ്. നിരവധി തവണ ജയമണിയുടെ അവസ്ഥയെക്കുറിച്ചും അനാഥത്വത്തെക്കുറിച്ചും ഡെപ്യൂട്ടി സൂപ്രണ്ട് രാജേഷിനെയും RMO സാജൻ മാത്യുവിനെയും ബോധ്യപ്പെടുത്തിയെങ്കിലും ചിട്ടവട്ടങ്ങൾ പറഞ്ഞ് കൈയൊഴുകുകയായിരുന്നു ഇവർ. അമ്മയുടെ പ്രതീക്ഷകൾ നഷ്ടമായെങ്കിലും ജയമണിയെ കൂട്ടിക്കൊണ്ടുപോകാൻ ഉറ്റവർ ഉടൻ എത്തുമെന്ന് തന്നെയാണ് ജയമണിയുടെ യാതനകൾ കാണുന്ന നഴ്സുമാരുടെ പ്രതീക്ഷ. ക്യാമറാമാൻ കൃദേശ് വേങ്ങേരിക്കൊപ്പം നിഷിത സുരേഷ്, ജില്ലാ വാർത്തകൾ. യുവാക്കളുടെ ഇന്ത്യ 2020-ലേക്കുള്ള കാഴ്ചപ്പാട് എന്ന വിഷയത്തിൽ നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. KP കേശവ മേനോൻ ഹാളിൽ നടന്ന സെമിനാർ കേന്ദ്ര യുവജന കായിക വകുപ്പ് മന്ത്രി വിജയ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു.
യുവാക്കളുടെ ഇന്ത്യ 2020 കാഴ്ചപ്പാട് എന്ന വിഷയത്തിലാണ് നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ യുവജന സെമിനാർ സംഘടിപ്പിച്ചത്. KP കേശവമേനോൻ ഹാളിൽ നടന്ന സെമിനാർ കേന്ദ്ര യുവജന കായിക മന്ത്രി വിജയ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. 65% വരുന്ന യുവജന സമൂഹത്തിന് വഴികാട്ടിയാവുക എന്നത് ഭാരിച്ച ഉത്തരവാദിത്തമാണെന്ന തിരിച്ചറിവുണ്ടെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. യുവാക്കൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരണമെന്നും രാഷ്ട്രത്തിന്റെ ഭാവി സംരക്ഷിക്കേണ്ടത് ഇനി യുവാക്കളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. यूथ पॉपुलेशन है, इसको हमको एक रोड मैप दिखाना है और इसको हमको किसी ना किसी एक्टिविटीज के अंदर एंगेज करना है, जॉब देनी और एक्टिविटीज में एंगेज करना है ताकि ये नक्सलवाद, आतंकवाद और ड्रग्स और गलत चीजों की तरफ नहीं जाएंगे. നമ്മളത് അഭിമാനത്തോടു കൂടി പറയാറുണ്ട്, നമ്മുടെ നാട്ടിലെ 65% വരുന്ന ജനസമൂഹം യുവാക്കളാണ്. പക്ഷെ അതേ സമയത്ത് മറ്റൊരു വലിയ ഭാരിച്ച ഉത്തരവാദിത്തം കൂടിയാണ് ഈ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. MK രാഘവൻ MP ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. നെഹ്റു യുവകേന്ദ്ര മുൻ ഡയറക്ടർ ജനറൽ V മുരളീധരൻ മുഖ്യ പ്രഭാഷണം നടത്തി. കാലിക്കറ്റ് സർവകലാശാല NSS പ്രോഗ്രാം കോർഡിനേറ്റർ PV വത്സരാജ്, കരിയർ വിദഗ്ധൻ MS ജലീൽ, ബാബു പള്ളിപ്പാട്, M അനിൽകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വാർത്തകളിൽ ഒരിടവേള. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur, Bobby Chemanur International Jewelers. എനിക്കിത് വർണ്ണങ്ങളുടെ പെരുന്നാൾ, എനിക്കിത് ഫാഷന്റെ പെരുന്നാൾ, എനിക്കിത് വിസ്മയങ്ങളുടെ പെരുന്നാൾ, എനിക്കിത് ഡിസൈനുകളുടെ പെരുന്നാൾ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു മെഹ്ഫിൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാൻ സ്പെഷ്യൽ കളക്ഷൻസ്, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഈ ചെറിയ പെരുന്നാൾ നമുക്ക് വലിയ ആഘോഷമാക്കാം. കല്യാൺ സിൽക്സ്. വിദ്യാഭ്യാസ രംഗത്ത് വിജയത്തിന്റെയും വിശ്വാസത്തിന്റെയും ഉത്കൃഷ്ടമായ 50 വർഷങ്ങൾ സമ്മാനിച്ച നെഹ്റു ഗ്രൂപ്പിന്റെ കോളേജുകളിൽ ഗവൺമെന്റ് ഫീസിനേക്കാൾ കുറവിൽ പഠിക്കാൻ സുവർണാവസരം. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ, മറ്റാർക്കും നൽകാനാവാത്ത ഫീസ് ഇളവുകൾ. എല്ലാ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതല്ല, ഇതാ Royal weddings for every Indian bride. Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. രാഷ്ട്രീയത്തിൽ ഹിംസയ്ക്ക് സ്ഥാനമില്ലെന്ന് കേന്ദ്ര യുവജന കായിക വകുപ്പ് മന്ത്രി വിജയ് ഗോയൽ. വികസനത്തിന്റെ രാഷ്ട്രീയമാണ് മോദി മുന്നോട്ട് വെക്കുന്നതെന്നും മന്ത്രി കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. अब आज की राजनीति में हिंसा का कोई स्थान नहीं है और मैं समझता हूं, जैसा प्रधानमंत्री मोदी जी ने भी कहा कि अब डेवलपमेंट की पॉलिटिक्स है. जो विकास करेगा, जो डेवलपमेंट करेगा, जो परफॉर्म करेगा, वही दोबारा चुनकर आएगा. तो इसलिए मैं समझता हूं कि ये एक बड़ा लाउड एंड क्लियर मैसेज है सभी के लिए कि हमको अपने देश के लिए, अपने राज्य के लिए, अपने जनता के लिए काम करना है. ജില്ലയിൽ ഡെങ്കി വൈറൽ പനി പകർന്നു പിടിക്കുന്നു. ആശുപത്രിയിലെ പനി ക്ലിനിക്കുകൾ രോഗികളെ കൊണ്ട് തിങ്ങി നിറഞ്ഞു. പനി നിയന്ത്രണ വിധേയമാക്കാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയാണ് ആരോഗ്യ വിഭാഗം. പനി പടർന്നതോടെ ജില്ലയിൽ ആശുപത്രികളിൽ രോഗികളുടെ കുത്തൊഴുക്കാണ്. വാർഡുകളിലും വരാന്തകളിലും ഇരട്ടിയോളം ആളുകളാണ് ചികിത്സ തേടുന്നത്. ആശുപത്രികളിലെല്ലാം പ്രത്യേകം പനി ക്ലിനിക്കുകളും ആരംഭിച്ചു. ദിവസവും 250ഓളം ആളുകളാണ് പനി ക്ലിനിക്കിലും OPയിലുമായി ചികിത്സയ്ക്കായി എത്തുന്നത്. 3 ആഴ്ചകളിലായി പനി ക്ലിനിക്കുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ക്ലിനിക്കിൽ രാവിലെ 8 മുതൽ 2 മണിവരെയാണ് പരിശോധന. 2 മണി മുതൽ രാത്രി 8 മണിവരെയും കാഷ്വാലിറ്റിയിലും പനി ബാധിതരെ പരിശോധിക്കും. ദിവസേന 60നും 90നും ഇടയിൽ ആളുകളെ കിടത്തി ചികിത്സിക്കുന്നു.
ഡെങ്കിപ്പനി, വൈറൽ പനി എന്നിവയാണ് ജില്ലയിൽ ഉടനീളം പടർന്നു പിടിച്ചിരിക്കുന്നത്. മഴക്കാല രോഗങ്ങൾ പ്രതിരോധിക്കാൻ ആശുപത്രിയിൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. പരിശോധനയ്ക്കായി എത്തുന്നവർക്ക് ടോക്കൺ സംവിധാനമുണ്ടെങ്കിലും അടിയന്തരമായി ചികിത്സിക്കേണ്ടവരെ കാത്തുനിൽപ്പിക്കുന്നില്ല. മഴക്കാല പകർച്ചവ്യാധികൾ തടയാൻ ജില്ലയിൽ എല്ലാ ആശുപത്രികൾ കേന്ദ്രീകരിച്ചും ചികിത്സയും പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമാക്കുകയാണ് ആരോഗ്യ വിഭാഗം. ലോക വയോജന ചൂഷണ വിരുദ്ധ ബോധവൽക്കരണ ദിനാചരണത്തിന്റെ ഭാഗമായി ശില്പശാല സംഘടിപ്പിച്ചു. പുതിയ SK പൊറ്റക്കാട് ഹാളിൽ നടന്ന പരിപാടി MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. സബ് ജഡ്ജ് RL ബൈജു മോഡറേറ്ററായിരുന്നു. നമ്മുടെ നാടിന്റെ അമൂല്യ സമ്പത്താണ് വയോജനങ്ങൾ. ഇന്ത്യയിൽ ജനസംഖ്യാനുപാതത്തിൽ വയോജനങ്ങളുടെ എണ്ണത്തിൽ 1ാം സ്ഥാനമാണ് കേരളത്തിന്. മുതിർന്ന പൗരന്മാരുടെ ക്രമാതീതമായ വർധനവ് ഇനിയും സങ്കീർണമായ പ്രശ്നങ്ങളിലേക്കാണ് ഈ വിഭാഗത്തെ എത്തിക്കുന്നത്. ഇതിന് പരിഹാരം കാണാൻ നിരന്തരമായ ഇടപെടലുകൾ അനിവാര്യമാണ്. ലോക വയോജന ചൂഷണ വിരുദ്ധ ബോധവൽക്കരണ ദിനത്തിന്റെ ഭാഗമായി വയോജന സംരക്ഷണം ശില്പശാല 2017 സംഘടിപ്പിച്ചു. പുതിയ SK പൊറ്റക്കാട് ഹാളിൽ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമുള്ള നിയമം 2007 കുറിച്ച് ചർച്ചകൾ നടന്നു. സബ് ജഡ്ജ് RL ബൈജു മോഡറേറ്ററായിരുന്നു. MLA-മാരായ പുരുഷൻ കടലുണ്ടി, VKC മുഹമ്മദ് കോയ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത രാജൻ, കൗൺസിലർ M സലീന, KSSM റീജിയണൽ ഡയറക്ടർ C ഭാമിനി എന്നിവർ സംസാരിച്ചു. ജനിൽ കുമാർ, ഡോക്ടർ റോഷൻ ബിജ്ലി, TP സാറാമ, പ്രേംദാസ് MP, കമാൽ വരദൂർ, KP സുധീര എന്നിവർ ചർച്ചകളിൽ പങ്കെടുത്തു. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. V സത്യനാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ അംഗങ്ങൾക്കായി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PV നിതീഷ് അധ്യക്ഷത വഹിച്ച സെമിനാർ V സത്യനാരായണൻ ഉദ്ഘാടനം ചെയ്തു. Every information relating to that supplier, ആ സപ്ലൈ അത് എന്താണ്, ചേസിസ് നമ്പർ എവിടേക്കാണ് കൊടുത്തിരിക്കുന്ന എല്ലാ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷെ ആക്ട് വായിച്ചാൽ ഇത്ര സ്ട്രിക്റ്റ് ആയിരുന്നില്ല. റൂൾ ഒന്ന് വായിച്ചു നോക്കൂ. Food chappals etc. will not come under this. Please read that relevant draft rule under CTD, credit transfer document. എന്ന് പറഞ്ഞാൽ ഇപ്പൊ വെബ്സൈറ്റിലുണ്ട്, ട്രാൻസ്ഫർ ഡോക്യുമെന്റ് ഉണ്ട്, അത് നോക്കൂ. അതിന്റെ അത് കിട്ടില്ല. നോട്ട് മോർ ദാൻ 12 months, 12 മാസത്തിന് മുമ്പുള്ള സ്റ്റോക്ക് ആണെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നിങ്ങൾക്ക് കിട്ടില്ല. എന്താ ചെയ്യാ? 12 മാസത്തിന് മുകളിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. P സക്കീർ ഹുസൈൻ, CAC മോഹനൻ, P അബൂബക്കർ, നിത്യാനന്ദ് കമ്മത്ത് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കയറ്റിറക്ക കൂലി സംബന്ധിച്ച തർക്കത്തെ തുടർന്ന് ബേപ്പൂർ തുറമുഖത്ത് കണ്ടെയ്നർ ഇറക്ക് തൊഴിലാളികൾ തടഞ്ഞു. കൊച്ചിയിൽ 32 കണ്ടെയ്നർ ടൈൽസുമായി ഗ്രേറ്റ് സി വേമ്പനാട് എന്ന കപ്പൽ ബേപ്പൂർ തുറമുഖം വാർഫിൽ അടുപ്പിച്ചെങ്കിലും തൊഴിലാളികളുടെ എതിർപ്പിനെ തുടർന്ന് ചരക്കിറക്കാനായില്ല. കൂലി തർക്കത്തെ തുടർന്ന് ബേപ്പൂർ തുറമുഖത്ത് കണ്ടെയ്നർ ഇറക്കൽ തടസ്സപ്പെട്ടു. 32 കണ്ടെയ്നറുമായി ബുധനാഴ്ച രാവിലെ എത്തിച്ചേർന്ന ഗ്രേറ്റ് സി വേമ്പനാട് കപ്പലിൽ നിന്ന് കണ്ടെയ്നർ ഇറക്കുന്നതിനെ ചൊല്ലി തൊഴിലാളികൾ തമ്മിൽ തർക്കത്തിലേർപ്പെട്ടതോടെയാണ് ഇതുണ്ടായത്. സാധാരണ കപ്പലിനകത്തെ സ്ഥിരം തൊഴിലാളികളാണ് ഈ ജോലി ചെയ്യാറ്. കപ്പലിലെ കണ്ടെയ്നറിൽ ക്രെയിൻ ഹുക്കിൽ കൊളുത്തി കൊടുക്കുന്ന ജോലി മാത്രമേയുള്ളൂ. ഇതിനും ഒരു കണ്ടെയ്നർ കൂലി വേണമെന്ന് തൊഴിലാളികൾ ശഠിച്ചു. ഇതിന് പ്രത്യേക കൂലി നൽകാൻ കഴിയില്ലെന്നും ഒരു കണ്ടെയ്നറിന് 249 രൂപ മാത്രമേ നൽകൂവെന്നും അധികൃതർ തീർത്തു പറഞ്ഞു. തുടർന്ന് ഒരു കണ്ടെയ്നർ മാത്രം ഇറക്കിയ ശേഷം തൊഴിലാളികൾ ജോലിയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. ഉടൻ ഓഫീസർ തുറമുഖ തൊഴിലാളി യൂണിയൻ കൺവീനറുമായി ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. കൂലി വർധനവിനെ ചൊല്ലി പ്രശ്നം പരിഹരിക്കാൻ തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ തിരുവനന്തപുരത്ത് യൂണിയൻ നേതാക്കളുടെ യോഗം 21 വിളിച്ചു ചേർത്തിട്ടുണ്ടെന്നും അതുവരെ നിലവിലെ സ്ഥിതി തുടരുവാൻ ആവശ്യപ്പെട്ടെങ്കിലും തൊഴിലാളികൾ തയ്യാറായില്ല. തുടർന്ന് വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശാനുസരണം അനുരഞ്ജന ചർച്ചയ്ക്ക് തൊഴിലാളി യൂണിയൻ കൺവീനറുമായി സംസാരിക്കുവാൻ കോൺഗ്രസ് എസ് ജില്ലാ സെക്രട്ടറി CP ഹമീദും ബ്ലോക്ക് പ്രസിഡന്റ് P അബ്ദുൽ ലത്തീഫും തുറമുഖത്തെത്തി. വൈകിട്ടോടെ CITU, STU എന്നീ ട്രേഡ് യൂണിയനുകൾ ചരക്കിറക്കാൻ സമ്മതിച്ചെങ്കിലും INTUC മാത്രം നിലപാട് മാറ്റിയില്ല. 34 കണ്ടെയ്നറുമായി വാർഫിനോട് അടുപ്പിച്ച കപ്പൽ കൂടുതൽ സമയം നിർത്തിയാൽ വേലിയിറക്ക സമയത്ത് ജലനിരപ്പ് കുറഞ്ഞ് കപ്പലിന്റെ അടിഭാഗം തട്ടി കപ്പൽ മറിയുമെന്ന ഭീഷണിയുമുണ്ടെന്നും അധികൃതർ പറഞ്ഞു. ഗുജറാത്തിൽ നിന്ന് വലിയ കപ്പലിൽ കൊച്ചിയിലെത്തിച്ച ടൈൽസുമായാണ് ഗ്രേറ്റ് സി വേമ്പനാട് ബേപ്പൂർ തുറമുഖത്തെത്തിയത്. തൊഴിൽ പ്രതിസന്ധി ഈ നിലയിൽ തുടർന്നാൽ കണ്ടെയ്നർ ഷിപ്പുകളുടെ വരവ് പ്രതിസന്ധിയിലാകുമെന്ന് പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ അശ്വിനി പ്രതാപ് അറിയിച്ചു. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. എനിക്കിത് വർണ്ണങ്ങളുടെ പെരുന്നാൾ, എനിക്കിത് ഫാഷന്റെ പെരുന്നാൾ, എനിക്കിത് വിസ്മയങ്ങളുടെ പെരുന്നാൾ, എനിക്കിത് ഡിസൈനുകളുടെ പെരുന്നാൾ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു മെഹ്ഫിൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാൻ സ്പെഷ്യൽ കളക്ഷൻസ്, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
ഈ ചെറിയ പെരുന്നാൾ നമുക്ക് വലിയ ആഘോഷമാക്കാം. കല്യാൺ സിൽക്സ്. All I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Bobby Jemanur International Jewelers. വിദ്യാഭ്യാസ രംഗത്ത് വിജയത്തിന്റെയും വിശ്വാസത്തിന്റെയും ഉത്കൃഷ്ടമായ 50 വർഷങ്ങൾ സമ്മാനിച്ച നെഹ്റു ഗ്രൂപ്പിന്റെ കോളേജുകളിൽ ഗവൺമെന്റ് ഫീസിനേക്കാൾ കുറവിൽ പഠിക്കാൻ സുവർണാവസരം. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ, മറ്റാർക്കും നൽകാനാവാത്ത ഫീസ് ഇളവുകൾ. എല്ലാ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വാർത്തകൾ തുടരുന്നു. കോൺഗ്രസ് നെയ്ത്ത് ഫാക്ടറി അടച്ചുപൂട്ടിയത് നിയമവിരുദ്ധമാണെന്ന് ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലിന്റെ വിധി. 2009 ഫെബ്രുവരി മുതലുള്ള ശമ്പളം എല്ലാ ആനുകൂല്യങ്ങളുടെയും നൽകാൻ നിർദ്ദേശമുണ്ട്. അനുകൂലമായ വിധി ലഭിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. മാനാഞ്ചിറയിലെ കോംട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറി അടച്ചുപൂട്ടിയത് നിയമവിരുദ്ധവും നീതീകരിക്കാനാവാത്തതുമാണെന്നും ഉടൻ തുറന്നു പ്രവർത്തിപ്പിക്കണമെന്നും കോഴിക്കോട് വ്യവസായ ട്രൈബ്യൂണലിന്റെ വിധി. ഫാക്ടറി പൂട്ടിയ 2009 ഫെബ്രുവരി 1 മുതൽ തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട മുഴുവൻ ശമ്പളവും നൽകണമെന്നും പൂർണ്ണ ആനുകൂല്യവുമായി തൊഴിൽ തിരിച്ചു നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു. മാനേജ്മെന്റ് 2009 നവംബർ 22 പ്രഖ്യാപിച്ച വോളണ്ടറി സപ്പറേഷൻ സ്കീം പ്രകാരം വിരമിച്ചവർക്ക് പിരിഞ്ഞ തീയതി വരെയുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും നൽകണം. കോമൺവെൽത്ത് ഹാൻഡ്ലൂം വർക്കേഴ്സ് യൂണിയൻ CITU, ജില്ലാ ടെക്സ്റ്റൈൽസ് വർക്കേഴ്സ് സംഘം BMS തുടങ്ങി 8 തൊഴിലാളി യൂണിയനുകൾ ചേർന്ന് നൽകിയ ഹർജിയിലാണ് ട്രൈബ്യൂണൽ KV രാധാകൃഷ്ണന്റെ വിധി. കോമൺവെൽത്ത് മാനേജ്മെന്റിനെതിരെ നൽകിയ പരാതിയിൽ സ്ഥലം വാങ്ങിയ ടൂമിസ് പ്രോപ്പർട്ടീസിനെ പിന്നീട് കക്ഷി ചേർക്കുകയായിരുന്നു. തൊഴിൽ തർക്ക നിയമം 95 പ്രകാരം 100ലേറെ ജീവനക്കാരുള്ള കമ്പനി പൂട്ടാൻ സർക്കാർ അനുവാദം വേണം. എന്നാൽ 200ലേറെ പേരുള്ള കോംട്രസ്റ്റ് പൂട്ടാൻ അനുമതി തേടിയില്ലെന്ന് കാണിച്ചായിരുന്നു പരാതി. തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാനാണ് കമ്പനി VSS പദ്ധതി അവതരിപ്പിച്ചതെന്നും ആരോപണമുയർന്നു. റീജിയണൽ ജോയിന്റ് ലേബർ കമ്മീഷണർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ലേബർ കമ്മീഷണറാണ് കേസ് വ്യവസായ ട്രിബ്യൂണലിന് റഫർ ചെയ്തത്. ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണലിൽ നിന്ന് അനുകൂലമായ വിധി ലഭിച്ചതിൽ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഫാക്ടറി വളപ്പിൽ ആഹ്ലാദ പ്രകടനം നടത്തി. മാനേജ്മെന്റ് ഭൂമാഫിയുമായി നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിരുന്നു ഫാക്ടറി അടച്ചുപൂട്ടലെന്ന് സമരസമിതി കൺവീനർ EC സതീശൻ പറഞ്ഞു. ഈ സ്ഥാപനം അടച്ചുപൂട്ടിയത് എന്ന് പറയുമ്പോൾ എത്രമാത്രം ഭയാനകമാണ്. ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത, നീതീകരിക്കാൻ പറ്റാത്ത ഒരു നിലപാടാണ് അന്നത്തെ മാനേജ്മെന്റ് എടുത്തത്. തീർച്ചയായും നിങ്ങൾ നടത്തിയ പോരാട്ടം, ആ പോരാട്ടം നിസ്സാരമല്ല. ജോയിന്റ് കൺവീനർ P ശിവപ്രകാശ് സംസാരിച്ചു. സമൂഹത്തിലെ ഭിന്നലിംഗക്കാരെ പുനരധിവസിപ്പിക്കാനും മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുമെന്ന് ലോക് ജനശക്തി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് M മെഹബൂബ്. സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന ഇത്തരക്കാരുടെ പ്രശ്നം പരിഹരിക്കാൻ ഇടപെടുമെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ട്രാൻസ്ജെൻഡർ ആയവർ 350 പേരാണ് ഉള്ളത്. താമസിക്കുവാൻ സ്ഥലമോ ഡ്രോപ്പിംഗ് സെന്ററോ ഇല്ല, സ്ഥിരമായി ജോലിയില്ല, ഐഡന്റിറ്റി കാർഡില്ല, TG ആയതിന്റെ പേരിൽ വീട്ടിൽ നിന്നും പുറത്താക്കിയ അവസ്ഥ തുടങ്ങിയവയാണ് ഈ വിഭാഗക്കാർ ഇപ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ. സമൂഹത്തിലെ ഭിന്നലിംഗക്കാരെ പുനരധിവസിപ്പിക്കാനും ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും ജനശക്തി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് M മെഹബൂബ് മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കുവാനും നിവേദനം കൊടുക്കുവാനും തീരുമാനിച്ചതായും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംഘടനാ പ്രവർത്തനത്തിന്റെയും സമർപ്പണത്തിന്റെയും മികച്ച മാതൃക സമ്മാനിച്ചുകൊണ്ടാണ് കുഞ്ഞനന്ദൻ അകാലത്ത് വിട പറഞ്ഞതെന്ന് VAN നമ്പൂതിരി. മാനാഞ്ചിറ റീക്രിയേഷൻ ക്ലബ് ഹാളിൽ നടന്ന കുഞ്ഞനന്ദൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തപാൽ ടെലികോം BSNL യൂണിയനുകളുടെ നേതാവും BSNL പെൻഷൻ സംഘടനയായ AIBDPയുടെ അഖിലേന്ത്യാ ട്രഷററുമായിരുന്ന MP കുഞ്ഞനന്ദന്റെ 1ാം ചരമവാർഷികം ദിനം ആചരിച്ചു. മാനാഞ്ചിറ BSNL റിക്രിയേഷൻ ക്ലബിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം VAN നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംഘടന PNDയുടെ സംഘടനയോ അതുമായി ബന്ധപ്പെട്ട സംഘടനയോ ഒക്കെ ആയി നോക്കിക്കഴിഞ്ഞാൽ കോഴിക്കോട് നിറഞ്ഞു നിന്ന് എല്ലാ രംഗത്തും ഓടി നിന്ന് എത്തിയിട്ടുള്ള ഒരു സഖാവായിരുന്നു. ഉന്നതരൊക്കെ സർവീസിൽ വരുമ്പോൾ ചുരുങ്ങിയ ദിവസത്തിനകത്ത് തന്നെ നമുക്ക് തന്നെ ബോധ്യമുണ്ടായിട്ടുണ്ട് സംഘടനയ്ക്ക് വലിയൊരു നേട്ടമുണ്ടാവുന്നത്. KT രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. MP വേലായുധൻ അധ്യക്ഷനായിരുന്നു. K ദാമോദരൻ, AV വിശ്വനാഥൻ, KV ശശിധരൻ, A പുരുഷോത്തമൻ, PV ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ NM നമ്പൂതിരി അനുസ്മരണത്തോടനുബന്ധിച്ച് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ഇന്ത്യയും ചൈനയും കഴിഞ്ഞ 600 വർഷത്തെ ബന്ധത്തെ പരാമർശിക്കുന്ന ചരിത്ര പ്രദർശനം സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ഗോഡ്വിൻ സാംരാജ് ഉദ്ഘാടനം ചെയ്തു.
പ്രാചീന കാലത്തെ ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ, പ്രാചീന ഇന്ത്യ ചൈന ബന്ധങ്ങൾ, ബുദ്ധമതവും പട്ടുപാത വഴിയുള്ള കച്ചവടം, ചൈന പശ്ചിമേഷ്യ പാതയായ പട്ടുപാതയിലൂടെ കച്ചവടം പുരോഗമിച്ചത്, ചൈനീസ് ബുദ്ധസഞ്ചാരികളെക്കുറിച്ചുള്ള വിവരണങ്ങൾ, ബുദ്ധമത സന്യാസികൾ, ഫാഹിയാൻ, ഹുവാൻസാങ് തുടങ്ങിയ ചൈനീസ് സഞ്ചാരികളെക്കുറിച്ചുള്ള വിവരണം, കേരളം ചൈനയും തമ്മിലുള്ള ബന്ധം, ഇബ്നു ബത്തൂത്ത, മാർക്കോ പോളോ തുടങ്ങിയവരുടെ സന്ദർശന വിശദാംശങ്ങൾ, മിങ് ചക്രവർത്തിയുടെ പ്രതിനിധിയായി കേരളം സന്ദർശിച്ച ചൈനീസ് ചരിത്രകാരൻ മാഹുവാന്റെ കോഴിക്കോട്ടെ കച്ചവടങ്ങൾ, കോഴിക്കോട്ടെ പട്ടുതെരുവുമായി ചൈനയ്ക്കുള്ള ബന്ധം, ചൈനയിലെ ലോഹങ്ങൾ, നാണയങ്ങൾ, യാത്രാ കപ്പലുകൾ എന്നിവയെക്കുറിച്ചെല്ലാം വ്യക്തമായ വിവരണമാണ് പ്രദർശനം നൽകുന്നത്. മലബാറിലെ ചൈനീസ് തലനാമങ്ങളെക്കുറിച്ചുള്ള സൂചനകളും രസം പകരുന്നതാണ്. ഡോക്ടർ MN നമ്പൂതിരി അനുസ്മരണത്തോടനുബന്ധിച്ച് മലബാർ ക്രിസ്ത്യൻ കോളേജ് ചരിത്ര വിഭാഗമാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. പ്രിൻസിപ്പൽ ഗോഡ്വിൻ സാമ്രാജ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ചരിത്ര വിഭാഗം വിദ്യാർത്ഥികളും അധ്യാപകരും നേതൃത്വം നൽകി. കോർപ്പറേഷൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറായി വിരമിച്ച KMCSU മുൻ സംസ്ഥാന പ്രസിഡന്റ് N. ശങ്കരൻകുട്ടിക്ക് യാത്രായപ്പ് നൽകി. പ്രൊഡ്യൂസ് മർച്ചന്റ് ഹാളിൽ നടന്ന പരിപാടി CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K. ചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പദവിയിൽ നിന്നും വിരമിച്ച N. ശങ്കരൻകുട്ടിക്ക് കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയന്റെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി. മലബാർ പ്രൊഡ്യൂസ് മർച്ചന്റ് ഹാളിൽ നടന്ന പരിപാടി CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K. ചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. തൻ്റെ ഇത്രയും കാലത്തെ സേവന പരിചയവും അതിൻ്റെ അനുഭവങ്ങളുമെല്ലാം ഉൾപ്പെട്ടുകൊണ്ട് പൊതുജനാധിപത്യ പ്രസ്ഥാനത്തെ പൂർണ്ണമായി മുന്നോട്ട് നയിക്കാൻ തൻ്റേതായ പങ്ക് നിർവഹിക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 56 വയസ്സ് പൂർത്തിയായി എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം വിരമിച്ചത്. അദ്ദേഹത്തെ കണ്ടാൽ 56 വയസ്സായി എന്ന് തോന്നുകയില്ല. ഇനിയും നിരവധി വർഷക്കാലം നല്ലപോലെ സേവനമനുഷ്ഠിക്കാനുള്ള ആരോഗ്യം സഖാവിനുണ്ട് എന്നും കാണാൻ വേണ്ടി സാധിക്കും. ഇന്നാണെങ്കിൽ ഒട്ടേറെ കാര്യങ്ങളിൽ വലിയ വലിയ പ്രയാസങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുകയാണ്. KMCSU ജില്ലാ പ്രസിഡന്റ് M. ജ്ഞാനപ്രകാശ് അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി NP മുസ്തഫ, NGO യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് E. പ്രേംകുമാർ, കോൺഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി C. ശിവദാസ്, KMCSU സംസ്ഥാന പ്രസിഡന്റ് V. സുരേഷ് കുമാർ, P. ബൈജു എന്നിവർ സംസാരിച്ചു. KMCSU മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിരുന്നു N. ശങ്കരൻകുട്ടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുവനന്തപുരത്ത് കായിക സർവകലാശാലയ്ക്ക് സ്ഥലം കണ്ടെത്താൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കേന്ദ്ര യുവജന കായിക വകുപ്പ് മന്ത്രി വിജയ് ഗോയൽ. കേരളത്തിന്റെ വ്യവസായ വളർച്ചയ്ക്ക് ആവശ്യമായ രീതിയിൽ ഗെയിൽ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് വ്യവസായ കായിക യുവജനകാര്യ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ. കിൻഫ്ര അഡ്വാൻസ് ടെക്നോളജി പാർക്കിന് തറക്കല്ലിട്ടു. മുഖ്യമന്ത്രി തന്നെയാണ് പാർട്ടി അണികൾക്ക് നിയമം കയ്യിലെടുക്കാനുള്ള അവസരം ഒരുക്കിക്കൊടുക്കുന്നതെന്ന് O. രാജഗോപാൽ MLA. CPM അക്രമത്തിൽ പ്രതിഷേധിച്ച് BJP ഉപവാസം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് BSS അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് AIMI, തളി സമൂഹം റോഡ്, പാളയം, കോഴിക്കോട്, മുക്കം, എടവണ്ണപ്പാറ, താമരശ്ശേരി, അരീക്കോട്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ. നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്.